വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ PSC ആവർത്തി ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ പുതിയ SCRT ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SCRT പഠിച്ച് തുടങ്ങാത്തവർക്കും അതുപോലെ തന്നെ SCRT റിവിഷൻ പോലെയൊക്കെയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ PSC ആവർത്തി ചോദിക്കുന്ന ഭാഗങ്ങളും SCRT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് എത്രയാണ്? കേരളത്തിലെ തൊഴിലാളികൾക്ക് എത്രയാണ് വർധനവ് ഉണ്ടായിട്ടുള്ളത്? 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് എത്ര രൂപയാണ്? എത്രയാണ് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നത്? എത്രയാണ്? 22 രൂപയാണ് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മന്ദഹാസം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? BPL വിഭാഗത്തിലെ മുതിർന്ന പൗരർക്ക് വേണ്ടിയിട്ടാണല്ലേ മന്ദഹാസം പദ്ധതി. ഇനി സമന്വയ പരിപാടിയോ? സമന്വയ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് സമന്വയ പരിപാടി. അതുപോലെ തന്നെ അഭയകിരണം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? നിരാലംബരായ വിധവകൾ വേണ്ടിയിട്ടുള്ളതാണ് അഭയകിരണം പദ്ധതി. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഭിന്നശേഷിയുള്ളവർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്കാണ് നൽകുന്നത്. സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സിന് നൽകുന്നു. അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾക്ക് നൽകുന്നു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം എന്തിനാണ്? ഭിന്നശേഷിയുള്ളവർക്കാണ് നൽകുന്നത്. അപ്പോൾ 4, 5, 1, 3 ആട്ടോ ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് M വാക്സിൻ എന്ന ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചത്? ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് M വാക്സിൻ എന്ന് പറയുന്നത് ഏത് രോഗത്തെ പ്രതിരോധിക്കുവാനായിട്ടായിരുന്നു അംഗീകരിച്ചിട്ടുള്ളത്? ഏതാണ്? മലേറിയ കേട്ടോ. മലേറിയയ്ക്ക് വേണ്ടിയിട്ടാണ് R21 മാട്രിക്സ് M വാക്സിൻ. R21 മാട്രിക്സ് M വാക്സിൻ അതിനാണ് മലേറിയയ്ക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം എന്താണ്? ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നാണ് അറിയപ്പെടുന്നത്. ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി ഇതിലേതാണ് ശരി എന്ന് പറയുന്നത്? നോക്കാം നമുക്ക്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്ന് പറയുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. ഈ വാദം ശരിയാണ്. എന്നാൽ ഹൃദയസ്തംഭനം മൂലമാണോ ഹൃദയാഘാതം സംഭവിക്കുന്നത്? അല്ല അല്ലേ. ഹൃദയസ്തംഭനം മൂലമല്ല സംഭവിക്കുന്നത്. നമുക്കറിയാം ഹൃദയധമനികളിൽ കൊഴുപ്പടഞ്ഞിട്ടൊക്കെ രൂപം കൊള്ളുന്നതാണ് ഹൃദയാഘാതം സംഭവിക്കുന്നതിനൊക്കെ കാരണം പറയുന്നത്. അപ്പോൾ ഹൃദയസ്തംഭനം മൂലമാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത് പറയുന്നത് തെറ്റാണ്. ഇതിൽ വാദം ശരിയാണ്. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോഴാണ് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അത് ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വാദം ശരിയാണ്, കാരണം തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നമ്മൾ വൈറ്റമിൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈറ്റമിൻസിനെ കുറിച്ചിട്ട് എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞ SCRT പാഠഭാഗം ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാം കേട്ടോ. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ടല്ലേ വൈറ്റമിൻസിനെ കുറിച്ചിട്ടൊരു പോയിന്റ്. അപ്പോൾ ബെറി എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? വൈറ്റമിൻ B1 ആണോ B2 ആണോ? വൈറ്റമിൻ B1 അല്ലേ ബെറി എന്ന് പറയുന്നത്. വൈറ്റമിൻ B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അല്ലേ ബെറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ B2ൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണല്ലേ. നമ്മൾ പറഞ്ഞു ഓൾറെഡി B1 ആണ് ബെറിയെ സംബന്ധിച്ച് ശരിയായത്. ഏതാണ്? B1 ആണ്. വൈറ്റമിൻ B1 ആണ്. ഓക്കെ. നെക്സ്റ്റ്. തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണല്ലേ. തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യമാണെന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ് കേട്ടോ. തെറ്റാണ്. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായിട്ട് മിനുക്കി അരി ഉൾപ്പെടുത്തിയതായിട്ട് കണ്ടുവരുന്നത്. അത് ശരിയാണ്. മിനുക്കി അരി എന്ന് പറയുന്നത് ഉൾപ്പെടുത്തിയതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂറൈറ്റീസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയ
ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതും ശരിയാണ്. അപ്പോൾ എന്താണ്? തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി. അതുപോലെ തന്നെ ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണം എന്താണ്? മിനുക്കിയ അരിയാണ്. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ 2, 4, 5 ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചിട്ടാണ്? 2023 COP28 എവിടെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്? എവിടെയാണ്? UAE-ലാണ്. UAE-ലാണ് നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? T ലിംഫോസൈറ്റ് ഉണ്ട്, B ലിംഫോസൈറ്റ് ഉണ്ട് അല്ലേ? ഇതിൽ T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. T ലിംഫോസൈറ്റിൻ്റെ ഏതാണ്? തൈമസ് ഗ്രന്ഥിയിലെ തൈമസ് ഗ്രന്ഥിയാണ്. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ്. നെക്സ്റ്റ്. ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഏത് താപനിലയിലാണ് സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാക്കുന്നത്? ഏത് താപനിലയിലാണ്? നോക്കിയേ. ഏത് താപനിലയിലാണ്? -40°C കേട്ടോ. -40°C സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എത്രയായിരിക്കും? പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് അനുപാതികമാണ്. പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് അനുപാതികമായിട്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. നെക്സ്റ്റ്. ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലേബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ഒരു വൈദ്യുത കാന്തിക രംഗം എവിടെ നിന്നാണ് പോകുന്നത്? വായുവിൽ നിന്നും ഗ്ലാസ്സിലേക്കാണ് പോകുന്നത്. അങ്ങനെ ആക്കുമ്പോൾ അവിടെ എന്തിനാണ് മാറ്റം ഇല്ലാണ്ടിരിക്കുന്നത്? ആവൃത്തിയിൽ കേട്ടോ. ആവൃത്തിയിൽ മാറ്റം ഉണ്ടാകുന്നില്ല. ഒരു വൈദ്യുത കാന്തിക രംഗം വായുവിൽ നിന്നും ഗ്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ആവൃത്തിയിൽ മാറ്റം ഉണ്ടാകില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ചന്ദ്രയാൻ 3 റോവർ എന്ന് പറയുന്നത് ഏതായിരുന്നു? പ്രഗ്യാൻ ആയിരുന്നു അല്ലേ? പ്രഗ്യാൻ എന്ന് പറയുന്നത് ഏതിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഓക്സിജൻ്റെയും അതുപോലെ തന്നെ സൾഫറിൻ്റെയും സാന്നിധ്യമാണ്. അതായത് എയും സി ആണ് ആൻസർ വരുന്നത്. എയും സി ആണ്. അതായത് ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യമാണ് റോവർ സ്ഥിരീകരിച്ചത്. നെക്സ്റ്റ്. അക്കോറീജിയ ഏതിൻ്റെ മിശ്രിതമാണ്? ഏതിൻ്റെയാണ് അക്കോറീജിയ? HCl-ൻ്റെയും HNO3-യുടെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും അതുപോലെ തന്നെ നൈട്രിക് ആസിഡിൻ്റെയാണ് അക്കോറീജിയ എന്ന് പറയുന്ന മിശ്രിതം. HCl, HNO3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഏതാണ്? വാഷിംഗ് സോഡയുണ്ട്, ബേക്കിംഗ് സോഡയുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. വാഷിങ്ങിൻ്റെ ഏതാണ്? Na2CO3 10H2O. Na2CO3 10H2O കേട്ടോ. Na2CO3 10H2O ആണ് വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം. Na2CO3 10H2O. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാന്ദ്രത NaHCO3 കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇതാണ് ബൈകാർബണേറ്റ് അല്ലേ? സോഡിയം ബൈകാർബണേറ്റ് എന്നറിയപ്പെടുന്നതാണ് NaHCO3 ആണ്. വാഷിംഗ് സോഡയുടെ Na2CO3 10H2O ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? വിമാനങ്ങൾ നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഇതിലേതാണ്? സാന്ദ്രത കുറവായിട്ടുള്ള ലോഹമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിലേതാണ് ലോഹം? അലുമിനിയമാണ്. വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അലുമിനിയമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ്രവ്യത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? ആരാണ്? ജോൺ ഡാൾട്ടൺ ആണല്ലേ ആറ്റോമിക് സിദ്ധാന്തം അവതരിപ്പിച്ചത്. ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ
ദ്രവ്യത്തിൻ്റെ ആറ്റോമിക് സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? വാങ്കാരി മത്തായി കേട്ടോ. വാങ്കാരി മത്തായി ആണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്. വാങ്കാരി മത്തായി. നെക്സ്റ്റ്, ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? ദ സിറ്റാഡൽ എന്ന് പറയുന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. അദ്ദേഹം ആരാണ്? എ.ജെ. ക്രോണിൻ്റെ നോവലാണ് ദ സിറ്റാഡൽ എന്ന് പറയുന്നത്. ദ സിറ്റാഡൽ ആരുടെയാണ്? എ.ജെ. ക്രോണിൻ്റെ കേട്ടോ. എ.ജെ. ക്രോണിൻ്റെ നോവലാണ് ദ സിറ്റാഡൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന ഒരു നാടോടി കലാരൂപമാണ് അലാമിക്കളി എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ് കണ്ടുവരുന്നത്? ഏത് ജില്ലയിലാണ്? കാസർഗോഡ് കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി കാസർഗോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂക്ഷിച്ചു നോക്കൂ, കവിത ഇല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? സൂക്ഷിച്ചു നോക്കൂ, കവിത അല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ എന്നല്ലേ പറഞ്ഞ ആരാണ്? പി കുഞ്ഞിരാമൻ നായർ കേട്ടോ. പി കുഞ്ഞിരാമൻ നായർ ആണ് പറഞ്ഞിട്ടുള്ളത്. സൂക്ഷിച്ചു നോക്കൂ, കവിത ഇല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ എന്ന്. അതെല്ലാത്തിലും കവിത ദർശിച്ച മഹാകവിയാണ് പി കുഞ്ഞിരാമൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ദ കവനന്റ് ഓഫ് വാട്ടർ എഴുതിയത് ആരാണ്? എബ്രഹാം വർഗീസ് ആണ്. ദ കവനന്റ് ഓഫ് വാട്ടർ എഴുതിയത് ആരാണ്? എബ്രഹാം വർഗീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂരാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, നെട്ടുകാൽ തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം ഏതാണ്? നെട്ടുകാൽ തേരി തുറന്ന ജയിലാണല്ലേ. അപ്പോൾ ഈ തുറന്ന ജയിൽ നെട്ടുകാൽ തേരി രൂപീകരിച്ച വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 1962 കേട്ടോ. 1962 രൂപീകരിച്ചത്. നെക്സ്റ്റ്, കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വനിതാ തുറന്ന ജയിൽ ഏതാണ് തന്നിരിക്കുന്നത്? തിരുവനന്തപുരത്താണ് ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം എത്രയാണ് പരമാവധി സമയം പറയുന്നത്? വിവരാവകാശ നിയമപ്രകാരം സാധാരണയുള്ള വിവരാവകാശ അപേക്ഷയ്ക്കാണെന്നുണ്ടെങ്കിൽ എത്ര സമയം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എത്ര സമയം വേണം? 30 ദിവസം അല്ലേ? 30 ദിവസം 24 മണിക്കൂറാണ് ജീവനും ഒക്കെ ഉള്ള അപേക്ഷയാണെന്നുണ്ടെങ്കിൽ അല്ലേ? എത്രയാണ് പറയുന്നത്? 24 മണിക്കൂറായിരുന്നു പറഞ്ഞത്. 30 ദിവസമാണ് സാധാരണ അപേക്ഷയാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ്, വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഏതാണ്? നമ്മൾ SCRT ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? വിവരാവകാശ കമ്മീഷനെ കുറിച്ച്. അതുപോലെ തന്നെ എല്ലാ കമ്മീഷൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ക്ലാസ്സിലെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന് കോടതി വിധിയുള്ളവ. ഇതിലേത് ഒഴിവാക്കപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഏതാണ്? വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന് കോടതി വിധിയുള്ളവ നമുക്ക് വിവരം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടില്ല. ഒരു സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ലഭിക്കും. പൊതുസ്ഥാപനത്തിന് ഉത്തരവാദിത്വം ചുമതലകൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കും. ഉദ്യോഗസ്ഥരുടെ പ്രതിഫല വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഈ വിവരം പരസ്യപ്പെടുത്താനാണ് കോടതി വിധിയുള്ളത് നമുക്ക് കിട്ടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറും അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷണറും തിരഞ്ഞെടുക്കുന്ന ശുപാർശകളുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. ശുപാർശകൾ തയ്യാറാക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കില്ല. പ്രസിഡന്റ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് എന്തുണ്ടായിരിക്കും? ഈ വിവരാവകാശ കമ്മീഷണറൊക്കെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ്. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി,
ലോകസഭ പ്രതിപക്ഷ നേതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? അധ്യക്ഷ പദവി ആർക്കാണ്? സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ് അല്ലേ? അവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. തന്നെയാണ് ഈ ക്വസ്റ്റ്യനിലും ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് എത്രയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന വകുപ്പ് എത്രയാണ്? വകുപ്പ് ഏതാണ്? വകുപ്പ് 21C ആണ് കേട്ടോ. വകുപ്പ് 21C ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിർവചനം പറയുന്നത് വകുപ്പ് 21C. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകളിലെ പ്രത്യേക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ് രേഖ? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് എത്രയാണ്? മെമ്പറായിട്ട് നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലാണ് എത്രയാണ് കാലയളവ് പറയുന്നത്? 3 വർഷ കാലയളവും പുനർനിയമന യോഗ്യതയുണ്ട് കേട്ടോ. അപ്പോൾ 3 വർഷ കാലയളവും അതുപോലെ തന്നെ പുനർനിയമന യോഗ്യതയും ഉണ്ട് എന്ന് പറയുന്നതാണ് അവരുടെ കാലയളവ് പറയുന്നത്. 2005 വിവരാവകാശ നിയമത്തിൻ്റെ രണ്ടാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 2005 വിവരാവകാശ നിയമത്തിൻ്റെ രണ്ടാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിജിലൻസ് വരുന്നില്ല കേട്ടോ. ബാക്കിയൊക്കെ CISFും അസാർ റൈഫിൾസ് CRPF ഒക്കെ രണ്ടാം പട്ടികയിൽ വരുന്നവയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ കൂടുതലായിട്ട് കമ്മീഷൻസിനെ കുറിച്ചുള്ള കുറേ ചോദ്യങ്ങൾ കണ്ടു അല്ലേ. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.